വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക്. മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു ഗെയിം പ്ലേ സീരീസുമായിട്ടാണ് നമ്മൾ ഇതിലൊരു സർവൈവൽ വേൾഡാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കാണുന്ന മുക്കാലല്ല പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അല്ലാതെ നിങ്ങളെ മോന്ത ഞാൻ അടിച്ച് പൊത്തിക്കും. ഇപ്പോൾ ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ആടുണ്ട്. സാധാരണ ഞാൻ ഏതെങ്കിലും വീടുണ്ടാക്കുന്ന ആടിനെ കാണത്തില്ല. ഇത് പഴയ വെർഷനാണ് ഗൈസ്, പഴയത്. ഇവിടെ കുറേ ഒരു കോളുണ്ട്, ഒരു ആട്. ഇതേ കുറേ ആടുണ്ട് കേട്ടോ ഗൈസ്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അത്രയുള്ളൂ ഗൈസ്. ഒരാടും കൂടെ എനിക്ക് വെള്ളയാടിനെ മതി, എന്നെയൊന്നും വേണ്ട. വെള്ളയാട് വിചാരിക്കും ഗൈസ്, ചെറിയ കുഞ്ഞാട് വല്ല ബ്രൗൺ ആട് പോയിട്ട് ജീവിക്കാൻ മതിയായിരുന്നു. നീ പോയി ജീവിക്കടാ. അപ്പം നമുക്കൊരു മരം ചെത്തിയെടുക്കാം. ഇന്ന് പുഷ്പരാജായിട്ട് പുഷ്പരാജായിട്ട് നമുക്ക് മുന്നോട്ടും കൂടെ പുഷ്പരാജാണ്. എന്താണ് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ വേൾഡിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടിങ് ബേസ്. അതിന് ടൂൾസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് ബേസ് നമ്മളൊരു വീട് അത് ബേസ് വെക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അയണിൻ്റെ ആർമറാകും, ഫുൾ അയൺ ആർമറാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ബിൽഡിംഗ് ഒക്കെ വെച്ചാൽ അങ്ങനെ പോയാൽ മതി. ആദ്യം നമുക്ക് ഇതെന്താ അതിനകത്ത് ഇരിക്കാൻ എന്തോടാ. യെസ്, അത് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടാ എന്തിനാടാ ചിരിപ്പിക്കുന്നത്? നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കി അങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൾ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൾ എടുക്കാം. അത് നമുക്ക് സ്റ്റോണൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം മതി. എനിക്ക് തോന്നുന്നത് ഞാൻ റെക്കോർഡാക്കുമ്പോഴേക്ക് ഈ മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ടായിരിക്കും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പിക്കാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്സ് മതി. നമുക്ക് ഇത് വേണ്ട, സോഡ് എനിക്ക് ഇഷ്ടമാണ്. സോഡ് അങ്ങോട്ട് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറില്ല ഗൈസ്. നിങ്ങൾ അതുപോലെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എനിക്ക് കേവിലോട്ട് ഇറങ്ങാൻ പേടിയാണ്. ഹീഡോബിടെയും നമുക്ക് ആദ്യം കുറച്ച് രാത്രിയാകുന്നതിന് മുമ്പേ, രാത്രിയാകുമ്പോൾ പേടിക്കണ്ട ഗൈസ്, നമ്മൾക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. ഈ കേവിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈ കേവിലൊരു മാങ്ങാത്തൊലിയും ഇല്ല. ഇങ്ങനെ ഞാൻ പൊട്ടിച്ച് മാങ്ങാത്തൊലി പോയിട്ടൊരു തേങ്ങാത്തൊലി പോലും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. എന്തിനാണ്? തേങ്ങ ഉണ്ടാക്കാൻ. ക്രീപ്പറിൻ്റെ ഗുഹ. ക്രീപ്പറിൻ്റെ ഗുഹയിലാണ് ക്രീപ്പറിൻ്റെ ഗുഹ. ഇപ്പം മേളിലോട്ട് കയറി പോകുമ്പോൾ അവിടെ വലിയൊരു മാങ്ങാത്തൊലിയുണ്ട് ഗൈസ്. ഒന്നുമില്ല ഗൈസ്, അതിനാണ് മാങ്ങാത്തൊലി. എന്ത് സുന്ദരമായ പ്രദേശമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു വൃത്തികെട്ട വൃത്തികെട്ട ഒരു മറ്റേ ഹോഴ്സ് നിപ്പുണ്ട്, വൃത്തികെട്ട ഒരു പശു നിപ്പുണ്ട്, വൃത്തികെട്ട ഒരു മല നിപ്പുണ്ട്, വൃത്തികെട്ട ഒരാട് നിപ്പുണ്ട്. എല്ലാം വൃത്തികെട്ടമാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഏറ്റവും ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. അതാണ് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. എനിക്ക് ഇച്ചിരി മുമ്പ് ഞാൻ കണ്ട സ്ഥലം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അല്ല, തോടിൻ്റെ അടുത്തും വീട് പണിയുന്നതായിരിക്കും നല്ലത്. അതാണ് നമ്മുടെ വീട്ടിലെല്ലാം വെള്ളം കയറിക്കോളും, നമ്മൾ മുങ്ങിച്ചത്തോളും ഗൈസ്. വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ മുങ്ങിച്ചാകും ഗൈസ്. നമുക്ക് പോകാം. പാർക്കൂർ വീരൻ. ഓ മൈ ഗാഡ്, പാർക്കൂർ വീരനായിരിക്കുന്നു ഗൈസ്. ഭയങ്കര പാർക്കൂറായിപ്പോയി ഗൈസ്. ഞാൻ ലോക മണ്ടത്തരമാണ് കാണിച്ചത്. ഇത് പുറകെയാകാൻ നോക്കിയതാണ്. നമ്മൾ ഈ
തോടിൻ്റെ അടുത്ത് വീട് വെക്കുന്നതാണെന്നാണ് നല്ലത്. അതാണ് രാത്രിയാകുമ്പോൾ ഡ്രോണൊക്കെ വന്നിട്ട് നമ്മളെ അങ്ങോട്ട് കൊന്നു കളയുള്ളൂ. അവിടെ വീട് വെക്കാൻ ഈ കേട്ട സ്ഥലം ഇത്. ഞാനൊരു പ്രോയായി മാറിയിരിക്കുന്നു. പ്രോകളുടെ പ്രോ ഞാൻ ഞാൻ നൂബും അല്ല പ്രോയും അല്ല, നൂബാണ് അല്ല. ആദ്യം നമുക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് വെക്കാം. അയ്യോ തറക്കല്ലിടാൻ തറക്കല്ല് എങ്ങനെ ഇടും? ഇല്ല, ഒരു ബ്ലോക്ക് തറക്കല്ലിട്ടാൽ മതി. ഇവിടെ പോയി കണ്ടോ ഗൈസ്, എൻ്റെ ക്രീപ്പറിൻ്റെ സ്കിന്ന് രാത്രി ആകുമ്പോൾ ക്രീപ്പറുമായിട്ട് കമ്പനി വിടാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് തറക്കല്ലിട്ടിരിക്കുന്നു. ഇത് മതിയാകും. ഞാൻ എന്തോ ഗൈസ് ഈ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ തറക്കല്ലിട്ടേ. എടാ 1 മിനിറ്റ് ബ്രോ, ഇവിടെ നിൽക്കൂ ബ്രോ. ഞാൻ വീടുണ്ടാക്കി കഴിയുമ്പോൾ പാല് കാച്ചിന് വരണം കേട്ടോ ബ്രോ. അവൻ വരാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മറന്നറിയാതെ അവനെ തല്ലിക്കൊല്ലും കേസ്. പാല് കാച്ചിനൊക്കെ വരാമെന്ന് പറഞ്ഞ് ചെക്കനെ പറ്റിച്ചു. നിങ്ങൾക്ക് തറക്കള്ളി ഇടാം കേസ്. അല്ല കേസ്, കേവ് ഉള്ള കാലത്ത് വീട് വെക്കുന്നില്ല നല്ലത്. അതാണ് നമുക്ക് മൈൻഡ് ചെയ്യാനൊക്കെ പോകാൻ ഈസിയാണ്. പക്ഷെ ഇവിടെ വെക്കാം കേസ്. ഇത് കുഞ്ഞു നൂബ് വീടാണ് നമ്മൾ വെക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ കണ്ടോ ഗൈസ്, നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെയും കൂടി ഇങ്ങനെ ഒരു വെച്ചും ബാക്കി നമുക്ക് ഡേറ്റ് കൊണ്ട് പണിയാം. അതിന് ലാസ്റ്റ് ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചാൽ മതി. ഡയമണ്ട് കണ്ടുപിടിക്കുന്നില്ല, അതിന് മുമ്പ് ചത്തു. കാര്യം പറയാം. എന്താണ് ഗൈസ് ഞാൻ പഴയ വേഷം കളിക്കുന്നത്? എനിക്ക് ആ കേവ് ഇഷ്ടമല്ല. പുതിയ വേർഷൻ്റെ കേവ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പഴയ വേർഷനാണ് നല്ലത്. ഈ മൊജാങ്ങിന് ഇടയ്ക്കിരുന്നപ്പോൾ തലയ്ക്കെന്തോ പറ്റിയാണ് ചിത്രമ്പിൽ വീടിനൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ മൊജാങ്ങിനെ കുറ്റം പറഞ്ഞല്ല ഗൈസ്, അതിന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയേക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അങ്കർ ബാർ കണ്ടോ ഗൈസ്, എനിക്ക് പേടി വരുന്നു. നമ്മൾ ആ അങ്കർ ബാർ ഒന്ന് കൂട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര അല്ല ഗൈസ്, ഒരു 64 എടുക്കാം. ആ ഡേറ്റ് മാറ്റി നമുക്ക് നല്ലൊരു കേവാണല്ലോ ഗൈസ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇരിക്കുന്ന കോൾ അങ്ങോട്ട് ടോറച്ചാക്കി എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ടോർച്ചാക്കിയിട്ടുണ്ട്. ഇല്ല ക്രീപ്പർ ഇടയ്ക്ക് വരുമെന്ന് ഞാൻ എടുക്കും ഗൈസ്. നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട്. ഈ അയൺ നമ്മൾ ആദ്യം അയൺ എടുക്കാം ഗൈസ്. എത്ര അയൺ കിട്ടുന്നോ അത്ര അയൺ കിട്ടുന്നത് നല്ലതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗൈസ്. എല്ലാം നിങ്ങളെ ഞാൻ അടിച്ചു കൊല്ലും ഗൈസ്. അടിയിലോട്ട് പോകുമ്പോൾ വലിയൊരു അന്ധകാരക്കുഴിയാണ് ഗൈസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇത്രയും നേരം ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാണ് ഗൈസ്. ഈ കേവ് എന്നൊക്കെ പറയുമ്പോൾ ഒടുക്കത്തെ പേടിയാണ്. അയ്യോ, അന്ധകാരക്കുഴിയിലോട്ട് പോയി ആ കോള്. ഞാൻ മേളിൽ കയറട്ടെ. അതിൻ്റെ ഇതച്ചി നമുക്ക് ഇതാക്കാം. ഓ ഗൈസ്, രാത്രിയാകാൻ പോണേണ്. സ്പൈഡറൊക്കെ അച്ചാണ്ടാകുന്ന ശബ്ദം എനിക്ക് പേടിയാകുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം ഗൈസ്. അയ്യോ എടാ, ഇപ്പോഴല്ലടാ, ഞാൻ വീട് വെച്ച് കഴിഞ്ഞിട്ട് പാല് കാച്ചിന് വന്നാൽ മതി. ഇവനിപ്പോൾ തന്നെ ഇവിടെ വന്ന് നിൽക്കുക. ചെക്കനെ പറഞ്ഞാലും മനസ്സിലാത്തില്ല. രാത്രി അങ്ങനെ പൊട്ടിച്ചിരിക്കണം. വല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം.
ഇങ്ങോട്ട് വെക്കാം ഗൈസ്. ഞാനതിനാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. ഓങ്ക്രീം കുട്ടിച്ചാട്ടാ. അല്ല ദൈവമേ, ഈ വേൾഡ് ഒരു കിടിലം വേൾഡാണ്. ഞാൻ ഉറങ്ങാൻ പോവാന്നേ ഗൈസ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ. ഗൈസ്, നമ്മുടെ ഈ ബെഡ് ഇവിടുന്ന് പൊട്ടിക്കുന്നില്ല. അയ്യോ, ഞാനിപ്പോൾ അവിടെ എവിടെ കൊണ്ട് അതിൽ വെക്കൂടെ? ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഡേറ്റ് കൊണ്ടായിരിക്കട്ടെ, കുഴപ്പമില്ല. പിന്നീടെങ്കിലും ഞാൻ മൾട്ടിപ്ലെയർ വേൾഡ് ഇടാം. വാവ്, മേൽക്കൂറയില്ലാത്തൊരു കിടിലൻ വീട്. ലാസ്റ്റ് വല്ല നല്ല സ്ഥലവും തപ്പി കണ്ടുപിടിച്ച് നമ്മൾ വീട് വെക്കുന്നതാണ്. ഓ, കിടിലം സ്ഥലം, എൻ്റെ മോനെ, കിരീടം. എനിക്ക് അഭിമാനം തോന്നുന്നു നമ്മുടെ വീട്, എൻ്റെ വീട് കണ്ടിട്ട്. അഭിമാനം തന്നെ. ഞാനെന്ത് പ്രോയാ. ഈ മൊജാങ്ങിന് എന്തോ, ഈ മൈൻക്രാഫ്റ്റിനകത്ത് കാറൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിയും കൂടെ കൊള്ളായിരുന്നു. ഈ മൈൻ ചെയ്യാൻ പോകുമ്പോൾ കയറി പോയായിരുന്നു. ഓ, നമ്മുടെ വീട്. 1 മിനിറ്റ്, ഞാൻ വാതിലും കൂടെ വെക്കാം ഗൈസ്. വാതിലുണ്ടാക്കിയേ. വാതിൽ. ഒരു കാര്യം മറന്നു, നമ്മുടെ ഹങ്കർ ബാർ കണ്ടോ? പേടിയായിരുന്നു. നല്ല രുചി. ഇല്ലല്ലോ ഈ കോഴിയുടെ ഇറച്ചി തിന്നുമ്പോൾ എന്താണ് നമുക്ക് പോയിസണസ് വരുന്നത്? കമന്റ് ചെയ്ത്. എടാ നമ്മളൊക്കെ ബന്ധുക്കളാണോ? കൊല്ലല്ലേടാ. നീ എൻ്റെ വീട്ടിൽ വന്ന് ഇഷ്ടം പോലെ ബിരിയാണി തിന്നു. അങ്ങനെ കൊന്നു. കട്ടും കട എടുത്തിട്ട് നാട്ടുകാർ ഓടി വരും ഇങ്ങോട്ട് ബിരിയാണി പറയാൻ പറ്റത്തില്ല. ഈ ഏറ്റവും ലാസ്റ്റത്തെ പണി, നമ്മുടെ വീടിന് പേരിടും. എന്താ പേരുണ്ട്? എമേസിൻ്റെ താജ്മഹൽ. അയ്യോ, മഹൽ, താജ്മഹൽ. നമ്മുടെ വീണ് പേരിട്ടേ. ഭയങ്കര സന്തോഷം. എനിക്ക് എന്നെ തന്നെ അഭിമാനം തോന്നുന്നു. ഒരു കാര്യം ചെയ്യും. ഇപ്പൊ കറക്റ്റായി. ഞാൻ നമ്മുടെ വീട് അങ്ങൂന്നൊന്ന് കാണിക്കാം ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ്? നല്ല രസമില്ലേ ഗൈസ്? നമ്മുടെ താജ്മഹൽ. ഇത് ഡേറ്റാണെന്നേ ഉള്ളു. ലൈക്കും സബ്സ്ക്രൈബും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്താളി. ഇത്രേ ഉള്ളു ഗൈസ്. ഇനി നമ്മുടെ മൈനിങ് പോകുന്നതും ഫുള്ള് അയൺ ആർമർ ആക്കുന്നതും എല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ്. വീഡിയോ ആണെന്നില്ല ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യൂ ഗൈസ്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ്.